നമസ്കാരം. മാണി കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് ഇപ്പോൾ ഒരു പറ്റം നേതാക്കൾ. അതായത് വഖഫ് ബില്ലിൽ കുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മാണിയും കൂട്ടരും. കേരളത്തിലെത്തിയാൽ വഖഫിനെതിരെ പറയേണ്ടി വരികയും കേരളം വിട്ടാൽ ആ നിയമ ഭേദഗതിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു രണ്ടും ഘട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മാണി കേരള കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ക്രൈസ്തവ സഭകളെല്ലാം തന്നെ മാണിക്കെതിരെ നീങ്ങുകയാണ്. അതായത് മോദി സർക്കാർ നടപ്പാക്കിയ വഖഫ് നിയമ ഭേദഗതിയുടെ ബില്ല് അത് പാർലമെന്റിൽ രണ്ട് സഭകളിലും അവതരിപ്പിക്കപ്പെടുകയും ആ ബില്ല് പാസ്സാവുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതി അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തതോടുകൂടി ശരിക്കും ഇപ്പോൾ ആകെ കഷ്ടത്തിലായിരിക്കുകയാണ് കേരളത്തിലെ മാണി കേരള കോൺഗ്രസ് നേതൃത്വം. വഖഫ് നിയമ ഭേദഗതി അത് പ്രാബല്യത്തിലായതോടുകൂടി ഇനി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി നേതൃത്വം. ലോക്സഭയിലും രാജ്യസഭയിലും നിയമനിർമ്മാണത്തിലുള്ള ബില്ല് അവതരിപ്പിച്ച അവസരത്തിൽ ഓരോ പാർട്ടിയും ഈ ബില്ലിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസ് മാണി പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കണം എന്നത് വ്യക്തമായി പറയുവാൻ ആർക്കും കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. മാണി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി തന്നെയാണ് പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗവും. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതിക്കുള്ള ബില്ല് പാർലമെൻറ്റിൽ വന്നപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും ഉത്തരം നൽകാതെ ഉരുണ്ട് കളിക്കുന്ന ജോസ് കെ മാണിയാണ് നമുക്ക് കാണാനായത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ മാണി കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പല തട്ടുകളിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതുമാത്രവുമല്ല, പാർട്ടിക്ക് ഒരു കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പാർട്ടി അണികളിൽ പോലും ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞു. കേരളത്തിൽ ഇടതു മുന്നണിയിൽ ചേർന്ന് നിൽക്കുന്ന മാണി കേരള കോൺഗ്രസിന് അവരെ സംബന്ധിച്ച് കർഷകരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം ഉന്നയിക്കാൻ, അത് ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വിമർശിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. എന്നാൽ ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയാലോ പാർലമെന്റിനകത്ത് കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ കഴിയാത്ത സ്ഥിതിയും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവസാന ഫലം കേരളത്തിലെ പ്രബല കേരള കോൺഗ്രസ് ആയിട്ടുള്ള മാണി കേരള കോൺഗ്രസ് തകർച്ചയിലേക്ക് തന്നെ നീങ്ങുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ മേധാവികൾ പോലും BJPയുടെ നിലപാടിനോട് ഇപ്പോൾ യോജിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിയമ ഭേദഗതി വഖഫ് ഭൂമിയിൽ രാജ്യത്തെല്ലായിടത്തും നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസമാണ് ക്രൈസ്തവ മതമേധാവികൾക്കുള്ളത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി BJPയുടെ ഈ ബില്ലിനെ എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൽ ഈ ബില്ലിനെ അനുകൂലിച്ചാൽ അത് പാർട്ടി BJPക്കൊപ്പം നിൽക്കുന്നുവെന്ന ധാരണയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJP വിരുദ്ധ ഇടതു മുന്നണിയിലെ ഘടകകക്ഷിയാണ് ഈ പറയുന്ന മാണി കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ വഖഫ് ബില്ലിൽ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ CPM നേതാക്കളും ജോസ് കെ മാണിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. കാരണം ഇപ്പോൾ ഇടതു മുന്നണിയിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു മന്ത്രി പദവിയും LDF വിപ്പ് പദവിയും പാർലമെൻറ്റ് അംഗത്വമൊക്കെ തന്നെ നേടിയെടുത്ത പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ മാണി കേരള കോൺഗ്രസ്. മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന് എതിരായിട്ട് നിന്നാൽ ഈ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അധികാരമില്ലാതെ വന്നു കഴിഞ്ഞാൽ മാണി കേരള കോൺഗ്രസ്സിന് ഈ സംസ്ഥാനത്ത് നിൽക്കാൻ കഴിയുകയില്ല. കേരളത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പറയേണ്ടി വരികയും കേരളം വിട്ടാൽ നിയമ ഭേദഗതിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു രണ്ടും ഘട്ട അവസ്ഥയിലാണ് ശരിക്കും ഇപ്പോൾ മാണി കേരള കോൺഗ്രസ്. അതുമാത്രമല്ല, കുറച്ചു കാലമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കർഷക വിരുദ്ധ തീരുമാനങ്ങളും പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ കടുത്ത രീതിയിലുള്ള വിരോധം ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വനമേഖലയിൽ അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയതും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കർഷകരൊക്കെ തന്നെ കൊല്ലപ്പെടുന്ന ദുരന്തം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാത്തതും കാർഷിക വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതുമെല്ലാം തന്നെ ഇപ്പോൾ മാണി കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ പാർട്ടി ചെയർമാനായുള്ള ജോസ് കെ മാണി മിണ്ടാതിരിക്കുന്നത് പോലും ഇപ്പോൾ നേതാക്കൾക്കിടയിൽ വലിയ എതിർപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നാണം കെട്ട ഇന്നത്തെ ഈ അവസ്ഥ അവസാനിപ്പിക്കാൻ പാർട്ടി ഇടതുമുന്നണി വിടണമെന്ന ആവശ്യം പോലും ഇപ്പോൾ നേതൃയോഗത്തിൽ പലരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉന്നയിക്കുകയുണ്ടായി. വഖഫ് നിയമ ഭേദഗതി ഏതായാലും പാർലമെൻറ്റിൽ പാസ്സാക്കിയതോടുകൂടി മാണി കേരള കോൺഗ്രസ് ഇന്നത്തെ നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന അഭിപ്രായം വരെ ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ഉയരുന്നുണ്ട്. അതുമാത്രവുമല്ല, ജോസ് കെ മാണിയുടെ നട്ടലില്ലാത്ത പ്രവർത്തന ശൈലി അതിൽ മനസ്സുമടുത്തുകൊണ്ട് കോട്ടയം, ആലപ്പുഴ, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലകളിലെ പല പാർട്ടി കമ്മിറ്റികളിലെ പ്രവർത്തകരും ഇപ്പോൾ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് മാറിയ സാഹചര്യവും മാണി കേരള കോൺഗ്രസിനെ വല്ലാതെ ഇപ്പോൾ കുഴയ്ക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും ക്രൈസ്തവ സഭയിൽ നിന്ന് പോലും മാണി കേരള കോൺഗ്രസ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ
കാണാനാകുന്നത്. ഇത് പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള സൂചനയാണ് വിരൽ ചൂണ്ടുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.